ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ ദി വാച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ ഹൊറർ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തായാലും ഞാൻ ഇതുപോലൊരു മൂവി ഇതിനു മുന്നേ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു രീതിയിലുള്ള അത് ക്ലൈമാക്സിലെല്ലാം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു ഗ്രാൻഡ് ടെസ്റ്റ് എല്ലാം വെച്ചുകൊണ്ടുള്ള ഈ ഒരു മൂവി നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് മിസ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണാൻ ശ്രമിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അധികമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരാള് കാടിനകത്തൂടെ നല്ല വേഗത്തിൽ ഇങ്ങനെ ഓടുകയാണ്. അതുമല്ല, അവൻ എത്ര ഓടിയിട്ടും ആ ഒരു കാട്ടിൽ നിന്നും പുറത്തു പോകാനായിട്ടുള്ള ആ ഒരു വഴി അവനെ കൊണ്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അതുമല്ല, അവ സമയം നോക്കുമ്പോൾ ഇപ്പോൾ രാത്രിയാവാറായി. മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു സൂര്യപ്രകാശം പതിയെ പതിയെ കാട്ടിൽ നിന്ന് ഇല്ലാതാവുകയാണ്. അങ്ങനെ അവൻ സമയം വെച്ചിട്ട് ഇനി കുറച്ച് നേരം കൂടിയുള്ളൂ, എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും, വഴി കണ്ടുപിടിക്കാൻ കഴിയും, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ ഓടി ഓടി ഇങ്ങനെ പോവാണ്. പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഓടി ഒരിടത്തെത്തുമ്പോൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ 108 എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവൻ അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതേ സമയം തന്നെ ഒരുപാട് പക്ഷികൾ കൂട്ടമായിട്ടും ഈ ഒരു കാടിന് മുകളിലൂടെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെ അതും കൂടി കണ്ട് ഇവൻ പെട്ടെന്ന് പേടിച്ചിട്ട് അടുത്തുള്ളൊരു വലിയ മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു പിടിച്ചിങ്ങനെ കയറും. അങ്ങനെ ആ ഒരു മരത്തിന് മുകളിലേക്ക് കയറിയിട്ട് അവൻ പെട്ടെന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു കാടിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ, ഇനി താഴേക്കാണോ ആകാശം മുകളിലേക്കാണോ ആകാശം എന്നുള്ള രീതിയിൽ അവൻ ആകെ കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ അത് കണ്ട് കുറച്ചുകൂടി ടെൻഷനായിട്ട് ഇവൻ വീണ്ടും മുകളിലേക്ക് തന്നെ വലിഞ്ഞു പിടിച്ചിങ്ങനെ കയറുന്ന സമയത്ത് പെട്ടെന്ന് കാല് തെറ്റി അടുത്തുള്ളൊരു ചില്ലയിലും ഇടിച്ച് നേരെ താഴേക്ക് വന്ന് വീഴുന്നു. താഴെ വന്ന് വീണതും അവൻ പതിയെ ഇഴഞ്ഞിഴഞ്ഞ് അവൻ്റെ ബാഗ് എടുത്തിട്ട് ഒരു കത്തിയും പിടിച്ച് മരത്തിനടുത്ത് ഇങ്ങനെ പേടിച്ചിരിക്കാണ്. അതുപോലെ ചുറ്റിനും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കാണിക്കുമ്പോൾ അവനെ എന്തോ വലിച്ചെടുത്തുകൊണ്ട് ഇങ്ങനെ പോവാണ്. അവൻ അലറി വിളിച്ചിട്ടും അത് വിടുന്നില്ല. അങ്ങനെ ഈ ഒരു കാടിൻ്റെ പലയിടങ്ങളിലൂടെ അവനെ വലിച്ചിഴച്ച് അവസാനം ഈ കാടിൻ്റെ നടുവിലായിട്ടുള്ള ഒരു വലിയ കുഴിക്കകത്തേക്ക് അവനെ അങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നു. അവിടെ വെച്ച് നമ്മുടെ ഈ ഒരു മൂവിയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ഇത് വാച്ചേഴ്സ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള നീനയെ കാണിക്കുകയാണ്. അവളിപ്പോൾ ഒരു പെറ്റ് ഷോപ്പിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവളുടെ ഓണർ പെട്ടെന്ന് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു കിളി അതിനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇവിടുന്ന് ഒരു ദിവസത്തെ യാത്രയുണ്ട്, അടുത്തൊരു മൃഗശാലയുണ്ട്, അവിടെ ഇതിനെ കൊണ്ടുപോയി ഏൽപ്പിക്കണം, അത് നിന്റെ ജോലിയാണെന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ ആ ഒരു കിളിയെ കൊടുക്കുന്നതും അവൾ ആ ഒരു കിളിയും കൊണ്ട് നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു കിളിയെ മേശപ്പുറത്ത് വെച്ചിട്ട് അല്ല നീ സംസാരിക്കോ എന്നല്ല ആ ഒരു കിളിയോട് ഇങ്ങനെ സംസാരിച്ച്, ഓക്കെ നീ എന്തായാലും മരിക്കാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കേ, ഞാൻ എന്തായാലും വെളിയിൽ പോവാണെന്നും പറഞ്ഞിട്ട് അവൾ വെളിയിലേക്ക് പോകുമ്പോൾ ആ ഒരു കിളി സംസാരിക്കുന്നുണ്ട്. അവൾ പറഞ്ഞ അതേ കാര്യം, മരിക്കാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാന്ന്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ നീന അവളുടെ തലമുടി, ഈ വെള്ള തലമുടിയെല്ലാം ഇങ്ങനെ മറച്ചു വെച്ച് ഒരു ബ്രൗൺ കളറിലുള്ള മുടിയെല്ലാം തലയിലേക്ക് വെച്ച് മറ്റൊരുത്തനായിട്ട് ഒരു ബാറിൽ വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടുന്നു. അതുമല്ല, അവനോട് അവൾ പറയുന്നതെല്ലാം അവളുടെ റിയൽ പേരൊന്നുമല്ല, മറ്റൊരു പേരാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നീന ആ ഒരു കിളിയേയും കൊണ്ട് അവളുടെ ഓണർ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടെ നിന്നും ഒരു ദിവസത്തെ യാത്രയുണ്ട് എന്തായാലും അവൾക്ക് ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി. അങ്ങനെ പോകുന്ന വഴിക്ക് തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷനിലേക്ക് വണ്ടി നിർത്തിയിട്ട് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്നു. എന്നിട്ട് വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ അവളുടെ സഹോദരി അവൾക്കൊരു മെസ്സേജ് അയച്ചേക്കാണ്. അവരുടെ അമ്മ മരിച്ചിട്ട് ഏകദേശം 15 വർഷമായി. ആ ഒരു ഓർമ്മ ദിവസമാണിത്. ഇവിടെ എല്ലാം നല്ലതുപോലെ തന്നെ നടന്നു. പിന്നെ എൻ്റെ കുട്ടികൾ കുറച്ചുകൂടി വലുതായി, നിനക്ക് അവരെ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ എനിക്കറിയാം അമ്മ മരിച്ചതിന് ശേഷം നിനക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ലാന്ന്, എന്നിരുന്നാലും എന്നെ ഒന്ന് വിളിക്കാൻ കഴിയുമോ എന്നും പറഞ്ഞിട്ട് ആ ഒരു മെസ്സേജ് കട്ട് ചെയ്യുന്നതും നീന അവിടെ നിന്നും കാർ എടുത്തിട്ട് വീണ്ടും യാത്ര പോവാണ്. അതേസമയം തന്നെ ആ ഒരു ഗ്യാസ് സ്റ്റേഷന്റെ പുറകിലായിട്ടുള്ള ഒരു ബോർഡിൽ ഒരുപാട് പേരെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് എല്ലാം ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് നമ്മുടെ നീനയ്ക്ക് ഇനി 106 കിലോമീറ്റർ കൂടി പോകണം. അപ്പോൾ മാപ്പിലുള്ള ആ ഒരു വഴി നോക്കിയിട്ടാണ് അവൾ ഇങ്ങനെ പോകുന്നത്. അങ്ങനെ അവളാണെങ്കിലും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇപ്പോൾ ഒരു കാടിനകത്തേക്ക് കയറി. അങ്ങനെ ആ ഒരു കാടിനുള്ളിലൂടെ ഒരുപാട് ദൂരം ഓടിച്ചുകൊണ്ട് പോകുന്നതും പിന്നീട് അങ്ങോട്ട് ഈ ഒരു വഴി വളരെ മോശമായിട്ട് വരികയാണ്, അതിലാരും പോവാത്തതുപോലെ. നീനയാണെങ്കിൽ ആ ഒരു മാപ്പ് നോക്കിയിട്ട് ഓടിച്ചുകൊണ്ടേയിരിക്കുന്നു, വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കുറേ ദൂരം എത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഒരു കാറിനകത്തെ റേഡിയോ എല്ലാം ഓഫ് ആവുന്നു. അതേപോലെ തന്നെ ആ ഒരു ഫോണിന്റെ സിഗ്നല് മറ്റു കാര്യങ്ങളെല്ലാം നഷ്ടമായിട്ട് ഇപ്പോൾ ഒന്നും അറിയാൻ കഴിയുന്നില്ല. അതുമല്ല, പെട്ടെന്ന് ആ ഒരു കാറ് അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ആവുകയാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. അവൾ പെട്ടെന്ന് കാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോൾ കുറേ ദൂരെയായിട്ട് ഒരു ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ബോർഡ് കാണുന്നതും അവൾ വിചാരിക്കും എന്തായാലും ഇവിടെ അടുത്തായിട്ട് ആരെങ്കിലും താമസം ഉണ്ടാവും എന്ന് പറഞ്ഞ് നേരെ ആ ഒരു ബോർഡിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ 12 എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാർ തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഈ എഞ്ചിന്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ പുകയെല്ലാം വരുന്നുണ്ട്. ശരി, ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്നും പറഞ്ഞ് അവൾ ആ ഒരു കിളിയുടെ കൂട് ഉൾപ്പെടെ വെളിയിലേക്ക് എടുത്തിട്ട് ആ ഒരു കിളിയോട് പറയും
ആരെങ്കിലും ഇവിടെ ഉണ്ടാവും, നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞിട്ട് അവൾ അങ്ങനെ ആ ഒരു കിളിയും കൊണ്ട് നടന്നു പോവാണ്. കുറച്ച് മുന്നിലേക്കാണ് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു കാറ് കാണാൻ കഴിയണം. ആ ഒരു ദൂരത്തിന് മാത്രമേ അവൾ നടക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു കിളി തിരിഞ്ഞ് ആ ഒരു കാറിലേക്ക് തന്നെ നോക്കുന്നുണ്ട്. ഇവരാണെങ്കിൽ കാറ് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നും അകന്നകന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ കുറച്ച് ദൂരം നടന്നു വന്നതിന് ശേഷം മീൻ എന്താ ചെയ്യുന്നത് വെച്ചാല് ഓക്കെ ഇപ്പൊ എത്ര ദൂരം എത്തിയെന്നറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കുമ്പോൾ കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് അവള് വന്ന ആ ഒരു കാർ ഇപ്പോൾ അവിടെ കാണാനില്ല. സത്യം പറഞ്ഞാൽ അധിക ദൂരം പോലും നടന്നു വന്നിട്ടില്ല. അതിനു മുന്നേ ഈ ഒരു കാർ എങ്ങനെ കാണാതായെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ പെട്ടെന്ന് തിരിച്ചു നടന്നിട്ട് ആ ഒരു കാർ കിടക്കുന്ന സ്ഥലം വന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു സ്ഥലം പോലും അവിടെ ഇല്ല. ഇപ്പോൾ അവൾ ആ ഒരു കാടിനകത്ത് പെട്ടുപോയ അവസ്ഥയായി പോയി. അങ്ങനെ മീനയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവൾ അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ഒരുപാട് ദൂരം ഓടിയിട്ട് ഇപ്പോൾ ഒരിടത്തേക്ക് വന്നിരുന്ന് രാത്രിയായല്ലോ, അതുകൊണ്ട് തീയെല്ലാം കൂട്ടി ഇരിക്കാന്നും പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കാടിന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നും പല ശബ്ദങ്ങളെല്ലാം ഇങ്ങനെ കേൾക്കുന്നു. അങ്ങനെ അവൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ നോക്കുമ്പോൾ എന്തോ ഒരു രൂപം കുറച്ച് ദൂരമായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നതും അവൾ അതിനെ ഫോളോ ചെയ്ത് പോവാണ്. നോക്കുമ്പോൾ അതൊരു സ്ത്രീ ആയിരുന്നു. അങ്ങനെ മീനായാലും ഹേയ് എന്നെ സഹായിക്കും, എനിക്ക് നിങ്ങളുടെ സഹായം വേണമെന്നും പറഞ്ഞിട്ട് അവരുടെ പുറകെ ഇങ്ങനെ ഓടാണ്. അവർ ഓടി അവസാനം ഈ കാടിന്റെ നടുവിലായിട്ടുള്ള ഒരു വലിയ റൂമുണ്ട്. അതിനടുത്തേക്ക് ചെന്നിട്ട് അതിന്റെ ഡോർ തുറന്ന് മീനയോട് പറയും, നിനക്ക് നിന്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ, നിനക്ക് ഇനിയും ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 1 മുതൽ 5 വരെ എണ്ണും, അതിനു മുന്നേ ഓടി ഇതിനകത്ത് കയറണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങ് എണ്ണാൻ തുടങ്ങാണ്. 1 2 എന്ന് പറഞ്ഞിട്ട് എണ്ണി തുടങ്ങുമ്പോൾ മീനയാണെങ്കിലും നല്ല സ്പീഡിന് അവർ 5 എണ്ണുന്നതിന് മുന്നേ തന്നെ ഓടി ആ ഒരു റൂമിനകത്തേക്ക് അങ്ങ് കയറാണ്. അകത്ത് വന്ന് വീഴുമ്പോൾ അതൊരു വലിയ റൂമാണ്. അതിനകത്ത് ആ ഒരു സ്ത്രീ അല്ലാതെ 2 പേരും കൂടിയുണ്ട്. അപ്പോൾ മീന ചോദിക്കും, അല്ല ഇത് ഏതാ സ്ഥലം, ഇവിടെ എന്താ നടക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇതിനെ കൂപ്പെന്നാണ് വിളിക്കുന്നത്. ദേ ഇത് സിയാര, അത് ഡാനിയൽ. ഓക്കെ, ഇപ്പോൾ നിന്നെ പറഞ്ഞ് പേടിപ്പിക്കാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അതുപോലെ നമുക്കിപ്പോൾ അധികം സമയമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്, സിയാര നിനക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും എന്നും പറഞ്ഞേ സിയാര എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ വന്നിട്ട് നമ്മുടെ മീനയെ പിടിച്ച് ഇവർ 4 പേരും ഇപ്പോൾ ആ ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് വലിയൊരു കണ്ണാടിയാണ്, അതിലേക്ക് നോക്കി അങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് പറയും, ഓക്കെ എനിക്കറിയാം ഇപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത് നിനക്ക് ഒട്ടും അറിയത്തില്ല, പക്ഷെ കുറച്ച് നേരത്തേക്ക് നീ ഇങ്ങനെ നിന്നാൽ മതി. ഇന്നത്തെ രാത്രി നീ എന്തായാലും ഇവിടെ അതിജീവിക്കും. അതുമല്ല വാച്ചേഴ്സ് അവര് നമ്മളെ വെളിയിൽ നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മീന ചോദിക്കും, അവര് വെളിയിലുണ്ടോ? സിയാര പറയും, അതെ, ഇതൊരു വിൻഡോ പോലെയാണ്, ഇതിനപ്പുറത്ത് അവർ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. എല്ലാ രാത്രിയിലും സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് എല്ലാ രാത്രിയിലും അവരിവിടേക്ക് വരും, നമ്മളെ നിരീക്ഷിച്ച് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അവരിവിടെ നിന്ന് പോവുകയും ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ മീനയ്ക്ക് വലിയ രീതിയിലൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഡാനിയൽ പറയും, അവരിവിടെയുണ്ട് എന്നിങ്ങനെ പറയുന്നതും മീന നീ കുറച്ചുകൂടി മുന്നിലേക്ക് പോയി നിൽക്ക് എന്നും പറഞ്ഞ് അവളെ കുറച്ചുകൂടി ആ ഒരു കണ്ണാടിയുടെ അടുത്തേക്ക് ഇങ്ങനെ തള്ളി നിർത്തുകയാണ്. എന്നിട്ട് ഇവർ പറയും, ഇപ്പോ ഷോ ആരംഭിക്കാണ് എന്ന് പറയുമ്പോൾ വെളിയിലെ ആരൊക്കെയോ കൈയടിക്കുന്ന ഒരു ശബ്ദം ഈ ഒരു കാട് മുഴുവനായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെ കാണുന്ന നമുക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു. അടുത്ത ദിവസം കാണിക്കുമ്പോൾ മുന്നിലുള്ള ആ ഒരു വിൻഡോ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് ഒരു പ്ലെയിൻ ഗ്ലാസ് ആയിട്ട് മാറി അതിലൂടെ ഇപ്പോ വെളിഭാഗം കാണാൻ കഴിയുന്നുണ്ട്. അതേസമയം നമ്മുടെ മീനാണെങ്കിൽ ആ ഒരു കിളിയെ എടുത്തിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് പോവാണ്. ബാക്കി എല്ലാവരും വെളിയിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർ ചോദിക്കും, ഹേയ് മീന നീ എവിടേക്കാ പോകുന്നേ? വീട്ടിലേക്ക്. എനിക്ക് ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല. നിന്നെ കൊണ്ട് അത് കഴിയത്തില്ല. ഇല്ലില്ല, അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് ശരി എന്തായാലും വീട്ടിലേക്കുള്ള വഴി ഞാൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ ആ ഒരു കിളിയോട് സംസാരിച്ച് മീന ഒരുപാട് ദൂരം നടക്കുന്നു. ഈ സൂര്യനെ കാണുന്ന ആ ഒരു വശത്തേക്ക് മാത്രം അവൾ അങ്ങനെ നടന്ന് പോവാണ്. ഒരുപാട് ദൂരം നടന്ന് ചെന്ന് അവസാനം എത്തുന്നത് ഒരു മലയുടെ മുകളിലേക്ക്. എന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ അവിടെ മുഴുവനായിട്ടും കാട് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് കഴിയത്തില്ല എന്ന് അവൾക്ക് നല്ലതുപോലെ മനസ്സിലായി. അങ്ങനെ ആകെ വിഷമിച്ച് ഒരിടത്ത് ഇരിക്കുന്നതും മാഡ്ലിൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് വന്ന് നമ്മുടെ മീനയെ പിടിച്ചിട്ടാണ് പറയുന്നത്, നീയല്ല ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ആദ്യത്തെ ആള്, അതിനു മുന്നേ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പോലും കഴിഞ്ഞില്ല, അതുകൊണ്ട് തിരിച്ച് അവിടേക്ക് വരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് വീണ്ടും അവിടേക്ക് നടന്നു പോവാണ്. എന്നിട്ടാണ് മാഡ്ലിൻ ഇപ്പോൾ മീനോട് ചില കാര്യങ്ങൾ പറയുന്നത്. ഈ ഒരു കാടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ അത് നമ്മളെ ഹാലൂസിനേഷൻ ചെയ്യും. ഈ കാട് നമ്മളെ പല രീതിയിലും കളിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ എത്ര ഓടിയാലും വീണ്ടും ഒരേ സ്ഥലത്ത് മാത്രമേ എത്തത്തുള്ളൂ. ഒരുപക്ഷെ നീ അത് നല്ലതുപോലെ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവസാനം നിനക്ക് ഭ്രാന്ത് പിടിക്കും. പക്ഷെ നല്ലതുപോലെ നീ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നിന്നെ കൊണ്ട് കഴിയും. എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ബോർഡ് കണ്ടിരുന്നല്ലോ, ആ ഒരു ബോർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ടാണ് പറയുന്നത്, ഇതാണ് ലാൻഡ് മാർക്ക്, ഇത് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയത്തില്ല. ഇതാരാണ് ഇവിടെ സ്ഥാപിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഡാനിയലും സിയാരയെ അവനെ വിളിക്കുന്നത് പ്രൊഫസർ എന്നാണ് എന്ന് പറഞ്ഞിട്ട് മീനയോട് പറയും, വരൂ മീന, സൂര്യൻ അസ്തമിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കൂപ്പിലെത്തണം എന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് പോവാണ്. അത് കഴിഞ്ഞ് അന്നത്തെ രാത്രി കാണിക്കുമ്പോൾ ഡാനിയൽ ഉണ്ടല്ലോ, അവൻ ഇപ്പോൾ ഇതിനകത്ത് കിടന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ സംസാരിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ആഹാരം കഴിക്കുന്നു, പിന്നീട് ഉറങ്ങാൻ പോവാണ്. ഇതാണ് ഇന്നത്തെ ഷോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞ് അവിടെ പോയി ഇരിക്കുന്നതും. അടുത്തത് സിയാര എന്ന് പറഞ്ഞ അവള് വന്നിട്ട് നല്ല രീതിയിൽ ഡാൻസ് എല്ലാം കളിക്കുന്നു. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് ദി വാച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഈ കാടിനകത്തുള്ള ആർക്കും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ആരാണെന്ന് മാത്രം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല. അതുപോലെ ഇവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അതിനകത്തൊരു പഴയ TV ഉണ്ട്.
അതിലെന്തോ ഒരു ടെലിവിഷൻ ഷോയുടെ CD ഉണ്ട്. അപ്പോൾ അതാണ് ഇവർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ദിവസം ഇവരെ ബാഗെല്ലായിട്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം മറ്റു കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ മീന ഇപ്പോൾ സിയാരയുടെ കൂടെയാണ് പോകുന്നത്. അപ്പോഴാണ് അവൾ പറയുന്നത്, എൻ്റെ പേര് സിയാര, പിന്നെ എൻ്റെ ഭർത്താവ് ജോണുമായിട്ടാണ് ഞാൻ ഈ ഒരു കാട്ടിൽ പെട്ടുപോയത്. അപ്പോൾ ജോൺ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവൻ രക്ഷപ്പെട്ട് പോകാനായിട്ട് അവൻ രക്ഷപ്പെടാന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ഓടുകയായിരുന്നു. പക്ഷേ അവൻ എവിടെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്ന് പറയുന്നതും എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ് സീനിൽ ഒരുത്തനെ കണ്ടിരുന്നല്ലോ, അവനാണ് ജോൺ. അവനാണ് ഇവളുടെ ഭർത്താവായിട്ടുള്ള ജോൺ. അപ്പോൾ മരിച്ചെന്നുള്ള കാര്യം നമുക്ക് എന്തായാലും മനസ്സിലായി. അപ്പോൾ മീന ചോദിക്കും, അല്ല ആ ഒരു വാച്ചേഴ്സ് അവരെന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയത്തില്ല അതെന്താണെന്ന്. പക്ഷെ മാഡലിനെ ഒരു സിദ്ധാന്തമുണ്ട്, അവള് പറയുന്നതനുസരിച്ചാണ് നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്, ശരി നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഈ കാടിന് നടുവിലായിട്ട് ഒരു വലിയ കുഴിയുണ്ട്. അപ്പോൾ ഇതിനകത്താണ് ആ ഒരു വാച്ചേഴ്സ് പകൽ സമയങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്, രാത്രിയാകുമ്പോൾ അവർ പുറത്തു വരും എന്നെല്ലാം പറയുമ്പോൾ നമ്മുടെ മീന ചോദിക്കും, അല്ല സിയാര നീ എത്ര നാളായി ഇവിടെ ഉണ്ട്? എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല, ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 5 മാസമായിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നത്. മോനെ പെട്ടു. അപ്പോൾ നമ്മുടെ മീനയ്ക്ക് ഇപ്പോഴൊന്നും പുറത്തു പോകാൻ കഴിയത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരെല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ മാഡ്ലിൻ മീനയോട് പറയും, ഇവിടെ കുറച്ച് നിയമങ്ങളുണ്ട്. ഒന്നാമത്തെ നിയമം, 3 പേരും ഒരുമിച്ച് ഒരിക്കലും കണ്ണാടിയിലേക്ക് തിരിഞ്ഞു നോക്കരുത്. രണ്ടാമത്തേത്, ഇരുട്ടിന് ശേഷം ഒരിക്കലും വാതിൽ തുറക്കരുത്. അതേപോലെ തന്നെ ഈ കാടിനകത്ത് കണ്ട കുഴികളുണ്ടല്ലോ അതിനടുത്തേക്ക് ഒരിക്കലും പോകരുത്. അതേപോലെ തന്നെ എപ്പോഴും വെളിച്ചത്തിൽ മാത്രം ഇരിക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, കാരണം നമ്മളിപ്പോൾ ഉള്ളത് അവരുടെ പ്രദേശത്താണ്. വാച്ചേഴ്സ് നമ്മളെ ജീവിക്കാൻ അനുവദിക്കുന്നത് തന്നെ അവരുടെ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ ഇവർ ആ ഒരു ഷോ എല്ലാം കണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ മീന ആ ഒരു ഗ്ലാസിന്റെ അടുത്തേക്ക് വന്ന് കുറേ നേരം അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് കുറച്ച് കഴിഞ്ഞ് ചെവി വെച്ച് വെളിയിൽ എന്ത് ശബ്ദമാണ് കേൾക്കുന്നതെന്ന് ചെവി വെച്ച് അങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷെ പ്രത്യേകിച്ച് അങ്ങനെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ പോയി ഉറങ്ങാനായിട്ട് കിടക്കുന്നതും കുറച്ച് കഴിയുമ്പോൾ വെളിയിൽ എന്തൊക്കെയോ അലർച്ച കേൾക്കുന്നു. അപ്പോഴേക്കും മാഡ്ലിൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് മീനനെ പിടിച്ചിട്ടാണ് പറയുന്നത്, ഹേയ് അനങ്ങാതെ നിൽക്ക്, അവർക്ക് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞ് കുറച്ചു നേരം അവളെ എങ്ങനെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോൾ നമ്മുടെ ഡാനിയല് എന്തോ ഒരു കെണി വെച്ചിട്ട് ഒരു കാക്കയെ പിടിച്ച് അതിനെ മീനയുടെ മുന്നിൽ വെച്ച് തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യാണ്. നമുക്ക് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റൂ. അപ്പോൾ മീന ചോദിക്കും, അല്ല ഈ മാഡലിനെ ഈ ഒരു കാര്യങ്ങളെല്ലാം എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൾ യൂണിവേഴ്സിറ്റിയിലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് നല്ല അറിവുണ്ട്. അത് വെച്ചിട്ടാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമുക്ക് പറഞ്ഞു തരുന്നത്. അതുമല്ല നമ്മളെക്കാൾ മുന്നേ തന്നെ അവൾ ഈ ഒരു കാടിനകത്ത് വന്ന് പെട്ടിരുന്നു, അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളെല്ലാം അവൾക്ക് നല്ലതുപോലെ തന്നെ അറിയാം. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് ഡാനിയൽ കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ മീൻ അവിടെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവളുടെ ചുറ്റിനും ഏതോ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കുന്നു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ചുവപ്പ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഒരു പെൺകുട്ടി കുറച്ച് ദൂരെയായിട്ട് നിൽക്കുന്നതാണ് അവൾ അങ്ങനെ കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് മീൻ്റെ നേരെ ഡാനിയലിന്റെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല ഡാനിയൽ നീ ഒരിക്കലും ഈ വാച്ചേഴ്സിനെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലില്ല ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. അല്ല നിനക്ക് അവരെ കാണണമെന്ന് ആഗ്രഹമില്ലേ? വാച്ചറെ കാണുന്ന ആരും ഒരിക്കലും ജീവിക്കില്ല, അതുകൊണ്ട് ഞാൻ അതിന് ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. നിന്നോടത് മാഡ്ലിനാണോ പറഞ്ഞത്? അപ്പോൾ ഡാനിയൽ ചോദിക്കും, അല്ല നീ മാഡ്ലിനെ വിശ്വസിക്കുന്നില്ലേ? ഏയ് ഞാൻ ഒരിക്കലും അവളെ വിശ്വസിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ മീനെ ഇപ്പോൾ ആ ഒരു കാടിന് നടുവിലെ കുഴിയുണ്ടല്ലോ പോകരുതെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം അവിടേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഡാനിയൽ പുറകെ തന്നെ വിളിക്കുന്നുണ്ട്, മീന ഒരിക്കലും അവിടെ പോരുത്, നിയമം തെറ്റിക്കരുതെന്ന് ഇങ്ങനെ പറയുന്നതും അവൾ ആ ഒരു കുഴിയുടെ അടുത്തേക്ക് ചെന്നിട്ടാണ് പറയുന്നത്, ഞാൻ ഇതിലേക്ക് ചാടാൻ പോവാണ്, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചു പോവാം, എന്നിട്ട് മാഡ്ലിൻ പറയുന്ന ആ ഒരു നിയമങ്ങൾ അനുസരിച്ച് ഈ ഒരു കാടിനകത്തെ പേടിച്ച് ജീവിക്കാം. അല്ല നിനക്കൊരിക്കലും ആഗ്രഹമില്ല ഈ ഒരു വാച്ചേഴ്സ് അതാരാണെന്ന് അറിയാൻ വേണ്ടി എന്നും പറഞ്ഞിട്ട് അവർ കയറ് കെട്ടി നമ്മുടെ മീനെ പതിയെ ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങാണ്. അങ്ങനെ ആ ഒരു കുഴിയുടെ താഴെ വരുന്നതും അവൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ മുകളിൽ നിന്നുള്ള ആ ഒരു വെളിച്ചമുള്ളൂ, ബാക്കിയെല്ലാം ഇരുട്ടാണ്. അതുമല്ല ചുറ്റിനും നോക്കുമ്പോൾ പലയിടങ്ങളിലായിട്ട് ഈ മനുഷ്യർ ഉപയോഗിക്കുന്ന പല സാധനങ്ങൾ, സൈക്കിള്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കുട്ടികളുടെ പാവ, ബാഗ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പലയിടങ്ങളിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഡാനിയൽ പറയും, മീന ഒരു കാരണവശാലും വെളിച്ചത്ത് നിന്ന് മാറരുത്, വെളിച്ചം മാത്രം നിന്റെ കയ്യിൽ വേണമെന്ന് പറയുമ്പോൾ അവൾ കയ്യിലൊരു ലൈറ്ററും കത്തിച്ചിട്ട് അവിടേക്കെല്ലാം ഇങ്ങനെ നോക്കി അവിടെയുള്ള ഒരു സൈക്കിളും അതേപോലെ തന്നെ ഒരു ക്യാമറ, ഒരു പാവ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം മുകളിലേക്ക് ഇങ്ങനെ കൊടുക്കാണ്. അപ്പോൾ നമ്മുടെ ഡാനിയലാണെങ്കിലും അത് വലിച്ച് മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് മീനയുടെ പുറകിൽ എന്തോ ഒരു ശബ്ദം. അവൾ പതിയെ തിരിയുമ്പോൾ ഇരുട്ടിൽ നിന്നും 2 കണ്ണുകൾ അങ്ങനെ തെളിഞ്ഞു വരുന്നു. അതേപോലെ തന്നെ ഒരു കൈ ഇങ്ങനെ മുകളിലേക്ക് വരുന്നതും ഡാനിയൽ എന്ന് ഉറക്കി വിളിക്കുന്ന സമയത്ത് അവൻ കയറെടുത്ത് താഴേക്കിട്ട് ഇവൾ ഒരു വിധത്തിലെ മുകളിലേക്ക് കയറാണ്. അത് കഴിഞ്ഞ് ഇവരിവിടെ നിന്ന് എടുത്ത ആ ഒരു സാധനങ്ങളെല്ലാം നമ്മുടെ മാഡ്ലിനെ കാണിച്ചിട്ട് അവളോട് പറയും, ഇതെല്ലാം ഞങ്ങൾക്കൊരു പാറക്കെട്ടിനടിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് അവളോട് കള്ളം പറയാം. ഒരു കുഴിയിലേക്ക് പോയ കാര്യം ഒരിക്കലും മാഡ്ലിനോട് പറയത്തില്ല. അതുപോലെ ഇവർ കൊണ്ടുവന്ന ആ ഒരു ക്യാമറ ആണെങ്കിൽ അത് നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് രാത്രിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഡാനിയൽ ആ ഒരു ക്യാമറ അങ്ങനെ TV ആയിട്ട് കണക്ട് ചെയ്ത് ഇപ്പോൾ ലൈവായിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയും. അങ്ങനെ ഈ ഒരു സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ മീന പറയും,
ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു വാച്ചേഴ്സിനെ ഇന്ന് കാണാൻ കഴിയും എന്നും പറഞ്ഞ ആ ഒരു ക്യാമറ ഈ ഒരു റൂമിന്റെ വെളിയിലായിട്ട് ഇങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് ഈ ഒരു വാച്ചേഴ്സ് വരുമല്ലോ ആ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് നേരം ഇവരവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതും പെട്ടെന്ന് വെളിയിൽ കാണിക്കുമ്പോൾ ആ ഡോറിൽ ആരോ തട്ടുന്ന ശബ്ദം ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ആരായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സിയാര അവിടേക്ക് ചെല്ലുമ്പോൾ സിയാരയുടെ ഭർത്താവ് ഉണ്ടല്ലോ ജോൺ, അവന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അവനിപ്പോ ഡ്രസ്സൊന്നും ഇല്ലാതെ അങ്ങനെ നിൽക്കുന്നു. ഹേയ് സിയാര, പെട്ടെന്ന് ഡോർ തുറക്ക്, അവരെന്നെ ഇപ്പോൾ കൊല്ലാൻ വരും, ഞാൻ ഒരു വിധത്തിൽ രക്ഷോട്ട് വന്നതാണെന്ന് പറയുന്നതും സിയാര ഡോർ തുറക്കാണ്ട് ചെല്ലുന്ന സമയത്താണ് നമ്മുടെ മാഡ്ലിൻ പെട്ടെന്ന് അവളെ തടയുന്നത്. എന്നിട്ട് പറയും, സിയാര, ഒരു കാരണവശാലും ഡോർ തുറക്കരുത്, ഇത് നിന്റെ ഭർത്താവ് ജോൺ അല്ല, അത് വാച്ചേഴ്സാണ്, അവര് രൂപം മാറി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇത് തുറക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ സിയാര പറയും, ഇല്ലില്ല, എന്റെ ഭർത്താവ് പുറത്ത് നിൽക്കാണ്, എനിക്കിപ്പോൾ അവനെ അകത്തേക്ക് കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നതും മാഡ്ലിൻ പെട്ടെന്ന് മീനയുടെ അടുത്തേക്ക് ചെന്നിട്ട്, മീന, നീ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, നിനക്ക് ആ സാധനങ്ങളെല്ലാം എവിടെ നിന്ന് കിട്ടേ, നീ എന്താ ചെയ്തേ, അത് കാരണമാണ് ഇപ്പോൾ ആ ഒരു വാച്ചേഴ്സ് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നത്, സത്യം പറയും, എവിടെ നിന്ന് നിനക്ക് അത് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ മീന ആ ഒരു കുഴിക്കകത്ത് നിന്നാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം എടുത്തതെന്ന് മാഡ്ലിനോട് പറയും. അപ്പോഴേക്കാണ് മാഡ്ലിൻ പെട്ടെന്ന് സിയാരയോട് പറയുന്നത്, സിയാര, ഒരു നിമിഷം വെയിറ്റ് ചെയ്യ്, ഞാൻ ഒരു കാര്യം പറയാം, നിനക്ക് നിന്റെ ഭർത്താവിനെ മാത്രം അറിയാവുന്ന ഒരു കാര്യം, അതിനെപ്പറ്റി നീ അവനോട് ചോദിക്കേ, അത് അവൻ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവനെ ഉള്ളിലേക്ക് വിളിച്ചോ എന്നിങ്ങനെ പറയുമ്പോൾ സിയാരയാണെങ്കിലും ഓക്കെ, അത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കുണ്ട്, അത് ജോൺ വാങ്ങി കൊടുത്തതാണ്, ആ ഒരു ബുക്കിനെ പറ്റി ചോദിക്കും. ആ ഒരു ബുക്കിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവനൊന്നും മിണ്ടുന്നില്ല. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി വെളിയിൽ നിൽക്കുന്നത് വാച്ചേഴ്സ് ആണെന്ന്, അവർ രൂപം മാറി വന്നിരിക്കുകയാണ്. അപ്പോൾ സിയാര പറയും, ശരി, അങ്ങനെയാണെങ്കിൽ നിന്റെ കാലിനടിയിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, അതെടുത്ത് നിന്റെ മുഖം ഞങ്ങൾക്ക് കാണിച്ചാ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ അകത്തേക്ക് കയറ്റാന്ന് പറയുന്നതും അവൻ അങ്ങനെ കുനിഞ്ഞിട്ട് പെട്ടെന്ന് അവന്റെ മുഖം കാണിക്കുമ്പോൾ അത് ജോൺ തന്നെയാണ്. പക്ഷെ അതിനു മുന്നേ തന്നെ വാച്ചേഴ്സ് അവിടേക്ക് വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്ത് വലിച്ചെടുത്തിട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മീന ആ ഒരു ക്യാമറയിലൂടെ നോക്കുമ്പോൾ കുറെ ദൂരെയായിട്ട് ആ ഒരു വാച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ജീവി എന്തോ ആണ്, അതിന്റെ കണ്ണുകൾ മാത്രം അവൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. പക്ഷെ അതിനുശേഷം സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നാലുപേരും ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു വാച്ചേഴ്സിന് ദേഷ്യം വന്നിട്ട് ഈ ഒരു റൂം ഇടിച്ച് പൊട്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഗ്ലാസ്സിൽ ഒരുപാട് തവണ ഇടിക്കുന്നുണ്ട്. മേളിലാണെങ്കിൽ ഇവരുടെ മുന്നിലേക്ക് വന്നിട്ട് അവരെല്ലാവരെയും സേഫായിട്ട് ഇങ്ങനെ നിർത്തുന്ന സമയത്ത് ആ ഒരു ഗ്ലാസിന്റെ ഒരു ഭാഗം മാത്രം ചെറിയ രീതിയിൽ ഇങ്ങനെ പൊട്ടും. പക്ഷെ പിന്നീട് ഈ വാച്ചേഴ്സ് ഇവരെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞ അടുത്ത ദിവസം മീൻ എടുത്തോണ്ട് വന്ന ആ ഒരു സൈക്കിളും മറ്റു കാര്യങ്ങളെല്ലാം അതേ കുഴിയിൽ തന്നെ മാഡ്ലിൻ അങ്ങനെ കൊണ്ട് കളയാണ്. എന്നിട്ട് പറയും, ഇപ്പോൾ നിങ്ങൾ ചെയ്തതിന്റെ ഫലം എന്താണെന്ന് അറിഞ്ഞല്ലോ, ഇനി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അവരെ കൊണ്ടുപോകുന്നതും താഴെ കാണിക്കുമ്പോൾ ആ ഒരു സൈക്കിള് അതിനകത്തുള്ള വാച്ചേഴ്സ് അതിങ്ങനെ വലിച്ചെടുത്തോണ്ട് പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീന ഒരു ഫ്ലാഷ് ബാക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ മീനയുടെ കുട്ടിക്കാലത്ത് അവൾക്കൊരു ട്വിൻ സഹോദരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരുടെ അമ്മയായിട്ട് കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മീന എപ്പോഴും നല്ല വികൃതിയാണ്, അവൾ എന്തൊക്കെയോ ഇങ്ങനെ ബഹളം വെച്ചിട്ട് ആ കാറിന്റെ ആ ഒരു ഡോർ ഭാഗത്തുള്ള ഗ്ലാസ് ഉണ്ടല്ലോ അത് പിടിച്ച് മുകളിലേക്ക് വെച്ച് ഞാൻ നിങ്ങളെ വെറുക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോൾ അവളുടെ അമ്മയും സഹോദരിയും തിരിഞ്ഞിരുന്ന്, ഹേയ് മീന, നീ എന്താ ചെയ്യുന്നതെല്ലാം പറഞ്ഞ് മുന്നിലേക്ക് നോക്കുന്നതും മറ്റൊരു വണ്ടിയിലേക്ക് കൊണ്ടുവന്നൊരു ഒറ്റയിടി. ആ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ ആലോചിച്ചിട്ട് അത് കഴിഞ്ഞ് മീൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവിടെയുള്ള മരങ്ങളിലെല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാല് അവൾ എവിടം വരെയാണ് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുമല്ലാതെ നമ്മുടെ മീനെ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം ഇവർ നിൽക്കുന്ന ആ ഒരു റൂം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് അവൾ എവിടേക്കാണ് പോയത് എന്നുള്ളൊരു മാപ്പ് പോലെയാണ് അത് വരച്ചു വെച്ചിരിക്കുന്നത്. അതുമല്ല മീന ഇതിനകത്തേക്ക് കയറി വരുന്നതിന് മുന്നേ ഡാനിയലും മാഡ്ലിനും തമ്മിൽ എന്തോ ഒരു വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും മാഡ്ലിൻ കരയുന്ന ആ ഒരു ശബ്ദം കേട്ട് ഇവർ രണ്ടുപേരും ഓടി അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ മാഡ്ലിനെ ഡാനിയൽ അവിടെ കയറിൽ കെട്ടിയിട്ടേക്കുന്നു. അപ്പോൾ മാഡ്ലിൻ പറയും, അവന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി, എന്നെ എന്തെങ്കിലും ചെയ്യുന്നു പറയുന്നതും ഡാനിയൽ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവാണ്. അപ്പോൾ നമ്മുടെ സിയാരയാണെങ്കിൽ അവനെ പിടിക്കാൻ അവന്റെ പുറകെ പോകുന്നതും മീന വന്നിട്ട് മാഡ്ലിന്റെ കെട്ടഴിക്കും. അപ്പോഴേക്കും നമ്മുടെ മാഡ്ലിൻ മീനയോട് പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് കൂപ്പിലേക്ക് തന്നെ തിരിച്ചു പോകണം എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ആ ഒരു കൂപ്പിലേക്ക് നല്ല സ്പീഡിന് ഇങ്ങനെ ഓടി അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഡാനിയലും സിയാരെ അകത്തേക്ക് കയറി ആ ഡോർ അടച്ചു വെച്ചേക്കാണ്. കൂടുതലായിട്ട് ചെയ്യുന്നത് ഡാനിയലാണ്, സിയാരയ്ക്കൊന്നും അറിയത്തില്ല. അവൾ പറയുന്നുണ്ട് തുറക്കാനായിട്ട്, പക്ഷെ അവൻ കേൾക്കുന്നില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും പറയുന്നുണ്ട്, ഡാനിയൽ ഡോർ തുറക്ക് പ്ലീസ്, രാത്രിയാവുകയാണ്, അവരിവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നില്ല. അപ്പോഴേക്കും മാഡ്ലിൻ പറയും, ശരി ബാ എന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് നേരെ ഒരു മരത്തിനടുത്തേക്ക്, ഒരു മറിഞ്ഞു വീണ ഒരു വലിയ മരമുണ്ട്, അതിന്റെ വേരിനടിയിലേക്ക് രണ്ടുപേരും കയറി ഓടിച്ചിങ്ങനെ ഇരിക്കും. എന്നിട്ട് പറയും, ഇവിടെ തന്നെ ഇരിക്കും, ഇവിടെ ആണെങ്കിൽ നല്ല സ്മെല്ലുണ്ട്, അതുകൊണ്ട് ആ ഒരു വാച്ചേഴ്സ് നമ്മളെ കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അനങ്ങാതെ അങ്ങനെ ഇരിക്കുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ വാച്ചേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ജീവികളുണ്ടല്ലോ അതിപ്പോ ഇവിടേക്ക് ഇങ്ങനെ വരികയാണ്. അതേസമയം തന്നെ ഡാനിയലും സിയാരയും അവിടെ കൈ പിടിച്ചിങ്ങനെ നിൽക്കാണ്. എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ലല്ലോ. ഇവരാണെങ്കിലും അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വാച്ചേഴ്സ് അവിടേക്ക് വരികയാണ്. മാഡ്ലിൻ ആണെങ്കിൽ സിയാരയുടെ വായ ഇങ്ങനെ മൂടി പിടിച്ചിട്ട് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ വാച്ചേഴ്സ് പതിയെ അതെന്തോ ഒരു ജീവിയെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് മണ്ണിലൂടെ ഇഴഞ്ഞിഴഞ്ഞ്
ആ ഒരു മരത്തിനടുത്തേക്ക് ചെന്നിട്ട് സിയാരയും ഡാനിയലും അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അവരിങ്ങനെ നോക്കാനായിട്ട് എഴുന്നേറ്റ് അങ്ങനെ വരുന്നതും കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മരത്തിന്റെ അത്രയും വലിപ്പമുണ്ട്. അതുമല്ല ഒരെണ്ണമല്ല, അതേപോലെ ഒരുപാട് എണ്ണം വന്നിട്ട് എഴുന്നേറ്റ് നിന്ന് അവരെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കാണ്. സത്യം പറയാലോ, ഈ ഒരു മൂവിയിലെ ഒരു ഒന്നൊന്നര സീൻ തന്നെയാണിത്. എന്നിട്ട് ഇതെല്ലാം പതിയെ നടന്ന് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുന്നതും നമ്മുടെ ഡാനിയൽ സിയാരയോട് പറയുന്നുണ്ട്, സിയാര അവിടെ അങ്ങനെ തന്നെ നിൽക്കും, ഒരു കുഴപ്പമുണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചു പറയും. അവർ ഞങ്ങളോടൊപ്പം ഇല്ല, അവരിപ്പോ ഞങ്ങളോടൊപ്പം ഇല്ല എന്നിങ്ങനെ പറയുന്നതും ഈ വാച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അതുണ്ടല്ലോ, അത് പെട്ടെന്ന് ബഹളം വെച്ചിട്ട് പലയിടങ്ങളിലായിട്ട് അവരെ അന്വേഷിങ്ങനെ പോകാൻ തുടങ്ങാണ്. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകുന്നതും ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മീനയും മാഡ്ലിനും ഓടി ആ ഒരു ഡോറിനടുത്തേക്ക് വന്നിട്ട് വീണ്ടും ഡാനിയനോട് പറയും, ഡാനിയൽ പ്ലീസ് തുറക്കുന്നെല്ലാം പറയുമ്പോൾ വേറെ വഴിയില്ലാതെ അവൻ പെട്ടെന്ന് ഡോർ തുറക്കുന്നതും മാഡ്ലിൻ ഓടി വന്നിട്ട് ഡാനിയലിനെ പിടിച്ച് നീ എന്താ ഞങ്ങളെ കൊല്ലാൻ പോകണോ എന്നെല്ലാം പറഞ്ഞ് ഇവരെല്ലാവരും വീണ്ടും കൈ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കാണ്. എന്നിട്ടാണ് മാഡ്ലിൻ പറയുന്നത്, നിനക്കറിയത്തില്ല ഈ ഒരു വാച്ചേഴ്സ് എന്താണെന്ന്. ഡാനിയൽ ചോദിക്കും, നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടോ? ഒരു തവണ വളരെ അടുത്ത് മാത്രം. അന്ന് ഞാൻ ഈ ഒരു കാടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ടൊരു കാര്യം കണ്ടു. എന്താണെന്നറിയോ? എന്നെപ്പോലെ തന്നെ മറ്റൊരു രൂപം. അത് ആ ഒരു വാച്ചേഴ്സാണ്. അവർ നമ്മളെ നിരീക്ഷിക്കുന്നത് എന്തിനാണെന്നറിയോ? മനുഷ്യനെ പറ്റി കൂടുതലായിട്ടും പഠിക്കാൻ വേണ്ടി. അതിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള വെറും പാവകൾ മാത്രമാണ് നമ്മൾ. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ദിവസവും രാത്രി അത് നമ്മളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വരുന്നതും നമ്മളെല്ലാവരും നല്ലതുപോലെ പഠിച്ച് നമ്മുടെ രൂപം അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഇങ്ങനെ പറയും. അതുമല്ല, ഐതിഹ്യങ്ങളിൽ വാച്ചേഴ്സിനെ യക്ഷികളെന്നും അതേപോലെ തന്നെ അതിന് ചിറകുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാഡ്ലിൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവരോട് പറയുന്ന സമയത്താണ്. അങ്ങനെ ഇവരെല്ലാവരും ആ ഒരു മുറിക്കകത്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് വെളിയിൽ ഇവരുടെ ശബ്ദത്തിൽ ആരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ആ ഒരു വാച്ചേഴ്സ് ആണെന്ന് ഇവർക്ക് മനസ്സിലായി. അതുമല്ല, അതെല്ലാം ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ ഒരു റൂമിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവർക്കാണെങ്കിലും ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരും പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഈ ഒരു വാച്ചേഴ്സ് എല്ലാം കൂടി ഇതെല്ലാം ഇടിച്ചു പൊളിയാൻ ശ്രമിക്കുന്നു. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് താഴെ വിരിച്ചിരിക്കുന്ന ഒരു കാർപ്പറ്റ് മാറുമ്പോൾ അതിനടിയിൽ എന്തോ ഒരു വഴി കാണുന്നു. അങ്ങനെ ഡാനിയലാണെങ്കിലും പെട്ടെന്ന് അത് തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആദ്യം കഴിയത്തില്ല. പിന്നെ അവിടെയുള്ള എന്തോ കൊണ്ടുവന്നിട്ട് 2-3 തവണ ഇടിച്ചിടിച്ച് അത് തുറക്കുന്നതും അതിനടിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ അത് പെട്ടെന്ന് തുറന്ന് എല്ലാവരും കൂടി അതിന് താഴേക്ക് ഇറങ്ങാണ്. അങ്ങനെ താഴെ ഇറങ്ങിയിട്ട് അവിടെയെല്ലാം നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാലേ ഇവിടെ ആരോ ഒരുപാട് കാലം എന്തോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയതുപോലെയാണ് ഇത് കാണുമ്പോഴത്തേക്ക് ഇവർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മുടെ മീൻ അവിടെയുള്ള ഒരു കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള ഒരു ഫയല് ഓണാക്കി നോക്കുമ്പോൾ അതിലെടുത്തേക്കുന്നൊരു വീഡിയോ ആണിത്. എന്താണെന്ന് കാണിക്കുമ്പോൾ പ്രൊഫസർ റോറ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് ഇതിനകത്ത് ഈ ഒരു റിസർച്ചും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. അയാൾ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വെളിയിലുള്ള ഈ വാച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇതിനകത്ത് ഒരുപാട് കാലം താമസിച്ചത്. അതുമല്ല, കുട്ടിയുടെ രൂപത്തിലുള്ള ഒരു വാച്ചറിനെ അവന് കിട്ടിയെന്നും അതിനെ അവൻ നോക്കിയെന്നും അത് കഴിഞ്ഞിട്ട് ഈ ഒരു വാച്ചേഴ്സിന് ഒരുപാട് ശക്തികളുണ്ട്. അതുപോലെ തന്നെ അതിലൊരു വാച്ചറിനെ പിടിച്ച് ഇവൻ അതിനോട് സംസാരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ആ ഒരു വീഡിയോയിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള അവസാന വീഡിയോ ഉണ്ടല്ലോ അതെടുത്ത് പ്ലേ ചെയ്ത് കാണുമ്പോഴത്തേക്കാണ് അയാളിപ്പോ ഇതെല്ലാം നിർത്തിയിട്ട് അയാൾക്കിനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഇതിന് മുകളിലേക്ക് കയറി ഷൂട്ട് ചെയ്ത് മരിക്കുന്നതായിട്ടാണ് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അയാൾ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കത്തില്ല, മുകളിലേക്ക് പോയി മരിക്കുന്നത് പോലെ ആ ഒരു ശബ്ദം മാത്രം കേൾക്കാൻ കഴിയും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി. ഓക്കെ, ഇനി എന്തായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് അയാൾ മറ്റൊരു വഴിയും കൂടി അതിലൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ ചെറിയ ബോർഡുകൾ വെച്ചിട്ടുണ്ടല്ലോ, ഓരോ നമ്പർ എല്ലാം വെച്ചിട്ട് അതിൽ 134 അതിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു നദിയിലേക്ക് എത്തും. അത് ഫോളോ ചെയ്ത് കുറച്ച് പോയി കഴിഞ്ഞാൽ പക്ഷികൾ പറക്കുന്ന ആ ഒരു വഴിയെ ഫോളോ ചെയ്ത് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നദിയിലേക്ക് എത്താൻ കഴിയും. അവിടെയാണെങ്കിൽ ഒരു ബോട്ടുണ്ട്. ആ ഒരു ബോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു വാച്ചേഴ്സിനെ ആ നദി കടന്ന് ഒരിക്കലും വരാൻ കഴിയത്തില്ല. അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അതുമല്ല, നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിരുന്ന ആ ഒരു കോളേജിലേക്ക് ചെന്ന് എൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് ഞാൻ ഈ കണ്ടുപിടിച്ച കാര്യങ്ങളെല്ലാം അപ്പോൾ തന്നെ നശിപ്പിക്കണം. ഇത് മറ്റാരും അറിഞ്ഞ് ഇവിടേക്ക് വരരുത് എന്നും അയാൾ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ എല്ലാവരും മുകളിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ആ ഒരു റൂം മൊത്തത്തിൽ നശിപ്പിച്ചു വെച്ചേക്കാണ്. അതുമല്ല, അയാൾ പറഞ്ഞ ആ ഒരു വഴിയെ ഫോളോ ചെയ്ത് ഇവരും പോകാൻ തുടങ്ങാണ്. അങ്ങനെ ഇവര് ഒരുപാട് ദൂരം നടക്കാണ്. അതുമല്ല, കുറേ ദൂരം പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മീന ഒരുപാട് മരങ്ങളിലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മാർക്കിംഗ് അനുസരിച്ചാണ് അവരങ്ങനെ ഓരോ ബോർഡുകളായിട്ട് വായിച്ച് പോകുന്നത്. അതുമല്ല, മാഡ്ലിൻ പറയുന്നുണ്ട് ഈ ഒരു കാർഡ് നമ്മളെ പറ്റിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. ഒരുപക്ഷെ ഒരിക്കലും അതിലൊന്ന് വീഴരുത്. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ എപ്പോഴും നിൽക്കണം. അങ്ങനെ ഒരുപാട് ദൂരം ചെന്നതിന് ശേഷം മീൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവൾ കൊണ്ടുവന്ന ആ ഒരു കിളി ഉണ്ടല്ലോ, ആ ഒരു കിളിയെ പറത്തി വിടുന്നതും ആ ഒരു കിളി പറന്നു പോകുന്ന ആ ഒരു വഴി നോക്കി ഇവരെല്ലാവരും അതിനെ ഫോളോ ചെയ്ത് അങ്ങനെ പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം മുന്നിലേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അവിടെ ഒരിടത്തായിട്ട് ഈ വാച്ചേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ജീവികളുണ്ടല്ലോ അതിനെ കൊത്തി വെച്ചേക്കുന്ന ഒരു കല്ലിങ്ങനെ കാണുന്നത്. അപ്പോഴേക്കാണ് മാഡ്ലിൻ പെട്ടെന്ന് അവിടെ ഇരുന്നിട്ട് പറയുന്നത്, ഇവർ ഒരിക്കൽ നമ്മുടെ ഇടയിൽ തന്നെ മനുഷ്യർക്കിടയിൽ തന്നെ ദൈവങ്ങളായിട്ട് ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇവരും മനുഷ്യരും തമ്മിൽ ഒരു വലിയ യുദ്ധം തന്നെ നടന്നു.
അതിനുശേഷം അവരെല്ലാവരും നാട് കടത്തപ്പെട്ടു, അതും ഭൂമിക്കടിയിലേക്ക്. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളായിട്ട് അവര് ഭൂമിയുടെ മുകളിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ചിറകുകളും അവരുടെ മാന്ത്രിക ശക്തിയും അവർക്ക് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവർക്ക് ഈ ഒരു കാട് വിട്ട് ഒരിക്കലും പുറത്തു പോകാനും കഴിഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് മാഡ്ലിൻ പറയും, ശരി, നമ്മൾ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, പെട്ടെന്ന് തന്നെ പോണെന്നും പറഞ്ഞിട്ട് വീണ്ടും ഇവര് മുന്നോട്ട് പോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ഓടുന്നതും അവിടെയുള്ള പക്ഷികളെല്ലാം പറന്നിങ്ങനെ പോകുന്നു. എന്താണെന്ന് കാണിക്കുമ്പോൾ ആ ഒരു പുഴ എത്താറായി. അതുമല്ല, ഇപ്പൊ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യുന്നു, ഇരുട്ടാവുന്നു. അതേസമയം ആ ഒരു വാച്ചേഴ്സ് അതെല്ലാം കൂടി ഈ ഒരു കുഴിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് തന്നെ വരികയാണ്. ഇവർ 4 പേരും നല്ല സ്പീഡിന് ഓടി ഓടി അവസാനം ആ ഒരു പുഴയുടെ അടുത്തേക്ക് എത്തുന്നതും ഓക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷിച്ച് ബാബാ പോവാന്ന് പറഞ്ഞ് അവിടെ ഒരു ബോട്ട് ഉണ്ടല്ലോ അത് കണ്ടുപിടിച്ചിട്ട് മീന, സിയാര, മാഡ്ലിൻ ഇവർ 3 പേരും ആ ഒരു ബോട്ടിലേക്ക് കയറുന്ന സമയത്താണ് ഡാനിയൽ ഉണ്ടല്ലോ അവൻ പുറകിലായി പോയി. അപ്പോഴേക്കും പുറകിൽ നിന്ന് ആരോ വിളിക്കുന്നൊരു ശബ്ദം കാടിനുള്ളിൽ നിന്നും. ആരാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ജോണാണ്. അങ്ങനെ ജോണിനെ കാണുന്നതും ഡാനിയൽ ഓടി വന്നിട്ട് ഹേ ജോൺ, നീയാണോന്നും പറഞ്ഞ് അവൻ എഴഞ്ഞെഴിഞ്ഞിങ്ങനെ വരുമ്പോൾ അവനെ വലിച്ചെടുത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഓ ജോൺ, നിന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ കരുതിയത് എന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നതും നമ്മുടെ സിയാര ഡാനിയലിനെ നോക്കിയിട്ടാണ് പറയുന്നത്, ഡാനിയൽ അത് ഒരിക്കലും ജോൺ അല്ല എന്നിങ്ങനെ പറയുന്നതും കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാല് അത് വാച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജീവിയായിരുന്നു. അങ്ങനെ എഴുന്നേറ്റ് അതിന്റെ കൈകൾ അങ്ങനെ വലുതാക്കി ഡാനിയലിനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഓടി വന്ന് പെട്ടെന്ന് ഡാനിയലിന്റെ രൂപം സ്വീകരിച്ചിട്ട് ഇവരെ നോക്കി ഇങ്ങനെ നിൽക്കുന്നതും ഇവര് 3 പേരും ആ ഒരു ബോട്ടും എടുത്ത് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ മീന ചോദിക്കുന്നുണ്ട്, അല്ല അവർ ഈ ഒരു പുഴ നീന്തി കിടക്കത്തില്ല എന്ന് ചോദിക്കുമ്പോൾ മാഡ്ലിൻ പറയും, ഇല്ലല്ല ഒരിക്കലുമില്ല, അവർക്ക് അത് ഒരിക്കലും ചെയ്യാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവര് 3 പേരും അവിടെ നിന്ന് രക്ഷപ്പെട്ട് അടുത്ത ദിവസം ഈ കാട് കഴിഞ്ഞ എങ്ങനെയും വെളിയിലേക്ക് വന്നിട്ട് ഒരു റോഡിലേക്ക് വരുമ്പോൾ ഒരു ബസ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ആ ഒരു ബസ്സുകാരനോട് ചോദിക്കും, അല്ല നിങ്ങൾ എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പട്ടണത്തിലേക്കാണെന്ന് പറയുന്നതും 3 പേരും ആ ഒരു ബസ്സിലേക്ക് കയറിയിട്ട് നമ്മൾ ഒന്നും അറിയാത്തതുപോലെ നമ്മൾ അവിടെ ഒന്നും കണ്ടിട്ടില്ല, ഇനി നമ്മൾ സാധാരണ ജീവിതം ജീവിക്കാൻ പോവാണ് എന്നും പറഞ്ഞ് 3 പേരും അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീന അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് നല്ല രീതിയിൽ കുളിച്ച് അപ്പോഴൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചല്ലോ. മീന മാത്രം കാറിൽ നിന്ന് ഇറങ്ങിയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മീൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു പ്രൊഫസർ പറഞ്ഞ അയാളുടെ ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. എന്നിട്ട് ആ ഒരു റൂമിൽ അയാൾ കണ്ടുപിടിച്ച കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഒരു കാലഘട്ടത്തിലെ മനുഷ്യര് യക്ഷികളുമായിട്ട് ജീവിച്ചിരുന്നു. അത് നല്ലൊരു കാലഘട്ടമായിരുന്നു. മനുഷ്യര് യക്ഷികളെ സ്നേഹിക്കുന്നു, അവർ തിരിച്ച് മനുഷ്യനെ സ്നേഹിക്കുന്നു. അങ്ങനെ അവർക്കിടയിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാവുന്നു. അതിൽ ചിലര് പരസ്പരം സ്നേഹിച്ച് അതിൽ കുട്ടികളുണ്ടാവുന്നു. അങ്ങനെ ജനിക്കുന്ന കുട്ടികൾ കുറച്ചുകൂടി പ്രത്യേകതയുള്ളവരായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് തന്നെ മനുഷ്യൻ യക്ഷികളെ ശപിക്കുകയും അതേപോലെ തന്നെ അവരെ പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അതിലെ അർദ്ധജീവികൾ എന്ന് വെച്ചാൽ മനുഷ്യനും യക്ഷിക്കും ജനിച്ച ഒരു കുട്ടികളുണ്ടല്ലോ അവരെന്ത് ചെയ്തു എന്ന് ആർക്കും ഇതുവരെ അറിയത്തില്ല. അത് കഴിഞ്ഞ് ഈ ഒരു യക്ഷികളെയെല്ലാം ഭൂമിക്കടിയിലേക്ക് കൊണ്ടുപോയി അവരെ അവിടെ അടയ്ക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാട്ടിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യം അയാൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാളുടെ റൂമിലെ വലിയൊരു ചിത്രം വന്ന് നോക്കുമ്പോൾ അവിടെയാണ് ഈ വാച്ചേഴ്സ് എന്ന് പറയുന്ന സത്യം പറഞ്ഞാല് ഒരു തരം പണ്ടത്തെ കാലത്ത് ജീവിച്ചിരുന്ന ഒരു യക്ഷിയാണ്. ചിറകുകളൊക്കെയുള്ള ഒരു കണ്ടാൽ തന്നെ ഒരു മാലകയെ പോലെ തോന്നിക്കുന്ന രൂപം. പക്ഷേ ഈ ഒരു മനുഷ്യൻ അതിനോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിന് ശേഷമാണ് ആ ഒരു കാടിനുള്ളിൽ അവരെല്ലാവരും പെട്ടുപോയത്. അതിനുശേഷം മനുഷ്യന്റെ ഇടയിൽ ഇവർക്കും ജീവിക്കണമല്ലോ കാട് കഴിഞ്ഞിട്ട്. അങ്ങനെ ഈ ഒരു കാട്ടിൽ വന്ന് പെടുന്നവരെ അവർ പിടിച്ചു വെച്ച് മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നെല്ലാം മനസ്സിലാക്കി മനുഷ്യനെ കൂടുതലായിട്ട് പഠിച്ച് അവരെ പോലെ രൂപം മാറി മനുഷ്യർക്കിടയിലേക്ക് ഇറങ്ങി ജീവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരെ എല്ലാവരെയും ആ ഒരു റൂമിനകത്ത് അടച്ചു വെച്ചിട്ട് രാത്രി സമയമാകുമ്പോൾ മാത്രം ഇവരെ വന്ന് നിരീക്ഷിച്ച് അവരെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുമല്ല നമ്മുടെ മീനയ്ക്കാണെങ്കിൽ ആ ഒരു റൂമിൽ നിന്നും അതല്ലാതെ 1-2 ചിത്രങ്ങളും കൂടി കിട്ടുന്നുണ്ട്. അങ്ങനെ അതെല്ലാം എടുത്തു വെച്ചിട്ട് മീന എന്തോ കാര്യം മനസ്സിലാക്കി അത് കഴിഞ്ഞ നേരെ സിയാരയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ സിയാരയാണെങ്കിൽ അകത്തിരിപ്പുണ്ട്. നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് ഹേയ് എങ്ങനെ പോകുന്നു എന്നെല്ലാം ചോദിച്ച് ഞാൻ വാച്ചേഴ്സിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ അയാളുടെ ഓഫീസിൽ നിന്ന് കണ്ടുപിടിച്ചു, അതുമല്ല എനിക്ക് നിനക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കാണ്ട് എന്നും പറഞ്ഞിട്ട് അവൾ കണ്ടുപിടിച്ച ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ അതിങ്ങനെ കാണിക്കാണ്. അപ്പോഴേക്കാണ് സിയാര ഓരോ ഫോട്ടോസായിട്ട് ഇങ്ങനെ എടുത്തു നോക്കുമ്പോൾ അതിൽ മാഡ്ലിനെ കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു പ്രൊഫസറുടെ ഭാര്യയാണ് മാഡ്ലിൻ. പക്ഷെ പ്രത്യേകത എന്താണെന്നറിയോ, മാഡ്ലിൻ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഉള്ളത് എന്ന് ചോദിക്കുന്നതും മീന പറയും സത്യത്തില് അത് ആ ഒരു യക്ഷി തന്നെയാണ്. മാഡ്ലിന്റെ രൂപം സ്വീകരിച്ച് ആ ഒരു യക്ഷി നമ്മളോടൊപ്പം ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞു. നമ്മൾ സത്യത്തില് ആ ഒരു കാട്ടിൽ നിന്നും മനുഷ്യർക്കിടയിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു യക്ഷിയാണെന്ന് പറയുന്നതും പക്ഷെ അവർക്ക് എങ്ങനെ പാൽ സമയത്ത് ഇറങ്ങി നടക്കാൻ കഴിയും എന്ന് ചോദിക്കുമ്പോൾ മീന പറയും ഒരുപക്ഷെ അത് അവർക്ക് പ്രത്യേകമായി കിട്ടിയ എന്തെങ്കിലും ഒരു കഴിവായിരിക്കാം. എന്നിട്ട് മീന പറയും എന്തായാലും മാഡ്ലിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, ഉടനെ തന്നെ വരും എന്നെല്ലാം പറഞ്ഞ് ഇവള് കിച്ചണിലേക്ക് ചെന്നിട്ട് ആ ഒരു ഗ്ലാസ് അവിടെ വെക്കുന്ന സമയത്താണ് കാണിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ട്വിസ്റ്റ്. പെട്ടെന്ന് അവിടെ ഈ ഒരു പാറ്റ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെല്ലാം കാണുന്നു. എന്താണെന്ന് വെച്ചാൽ ആ ഒരു യക്ഷി അവിടെ ഉള്ളപ്പോൾ മാത്രമേ ഇതിനെല്ലാം കാണാൻ കഴിയൂ. അങ്ങനെയാണെങ്കിൽ
ഈ വീടിനകത്തിരിക്കുന്നത് ഒരിക്കലും സിയാരയല്ല, അതാ ഒരു യക്ഷിയാണെന്ന് അവൾ മനസ്സിലാക്കുന്നതും കാണിക്കുമ്പോൾ ഒറിജിനൽ സിയാര പുറത്തു നിന്ന് വരുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മീനയാണെങ്കിലും ആ റൂമിൽ നിൽക്കുന്ന സമയത്ത് സിയാര അകത്തേക്ക് കയറി വരുമ്പോൾ അവളുടെ പുറകെ മുകളിലായിട്ട് ആ ഒരു യക്ഷി അങ്ങനെ വരുന്നു. എന്നിട്ട് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചാടി വീണ്, അതും അവളുടെ ഭർത്താവിന്റെ രൂപത്തില്. എന്നിട്ട് ഏയ് ഹണി എന്ന് പറഞ്ഞ് അവളെ തിരിഞ്ഞു പിടിച്ച് ഒരൊറ്റയടി സിയാരയുടെ ബോധം പോയി. അത് കഴിഞ്ഞ് നമ്മുടെ മീനയുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ പിടിച്ചിട്ടാണ് പറയുന്നത്, നിനക്കിപ്പോ മനസ്സിലായില്ലേ, ഞങ്ങളെല്ലാവരും ഇപ്പോൾ പ്രാണികളെപ്പോലെ ഭൂമിക്കടിയിലാണ് ജീവിക്കുന്നത്, അത് മാറ്റണം എന്നും പറഞ്ഞ് നമ്മുടെ മീനയെ ഇപ്പോൾ എന്തോ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മീന പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെപ്പറ്റി എല്ലാം അറിയാം, ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് തരാണ്, നിങ്ങളെപ്പറ്റി ഞാൻ വേറെ ആരോടും പറയത്തില്ല, നിങ്ങളെ ഞാൻ ഉപദ്രവിക്കില്ല എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു യക്ഷി പറയും, ഇതുപോലെ പലതവണയും മനുഷ്യരെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരെപ്പോഴും നമ്മളെ ചതിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ പെറ്റ്സ് മാത്രമായിരുന്നു, ഞാൻ നിങ്ങളെ വെച്ച് ആ ഒരു കാടിനുള്ളിൽ വെച്ചിട്ട് പഠിക്കുമായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ മരിച്ചുപോയ ജോൺ അതേപോലെ തന്നെ ഡാനിയൽ ഉണ്ടല്ലോ, ഇവരുടെ എല്ലാവരുടെ രൂപത്തിൽ മാറി മാറിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മീനയെ വലിച്ച് ആ ഒരു വാതിലിനടുത്തേക്ക് കൊണ്ടിട്ടിട്ട് മാഡ്ലിൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അവരുടെ യഥാർത്ഥ രൂപം അങ്ങനെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ മനുഷ്യരെന്നെ എന്തുമാത്രം ഉപദ്രവിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, അതുമല്ല ആ ഒരു കാടിനുള്ളിൽ നിന്നും എനിക്ക് വെളിയിലേക്ക് ഇറങ്ങണമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് ആ ഒരു യക്ഷിക്കുണ്ടാകുന്ന ഒരു ചിറകുണ്ടല്ലോ, അതങ്ങനെ ആ ഒരു ചിറക് മുളച്ചു വരുന്നത് പോലെ കാണിച്ച് അതിന് മുന്നേ തന്നെ മാഡ്ലിൻ ഇപ്പോൾ പതിയെ പതിയെ നമ്മുടെ മീനയുടെ രൂപത്തിൽ മാറുകയാണ്. എന്നിട്ട് അവളുടെ അടുത്തേക്ക് വന്ന് ഇതിപ്പോ നമുക്ക് തുല്യമായിട്ട് തന്നെ അവസാനിപ്പിക്കണം എന്നും പറഞ്ഞ് അവളുടെ കഴുത്തിന് പിടിച്ച് അവൾ അങ്ങനെ മുകളിലേക്ക് ഉയർത്തിയിട്ട്, എന്റെ പേര് ഹനി റോയിട്ടാൻ, ഞാനൊരു ഡേ വാക്കറാണ്, നിന്റെ രൂപം സ്വീകരിച്ച് ഞാൻ ഇനി മനുഷ്യരുടെ കൂടെ ജീവിക്കും, ആരും ഒരു വ്യത്യാസവും കണ്ടുപിടിക്കാത്ത രീതിയിൽ, എന്നിട്ട് നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ അവസാനിപ്പിക്കും, നീ നിന്റെ സഹോദരിയെ ഉപേക്ഷിച്ചു, നിന്റെ അമ്മയെ കൊന്നതും നീ തന്നെയാണ് എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ മീനെ പെട്ടത് പ്രൊഫസർ റോറി ഉണ്ടല്ലോ, അവനെ പറ്റിയുള്ള ഒരു കാര്യം പറയാണ്. എന്തുകൊണ്ട് അവൻ നിന്നോട് പറഞ്ഞില്ല നിനക്ക് ഈ ഒരു കാട് വിട്ട് പുറത്തു പോകാൻ കഴിയത്തില്ല എന്ന്, അതുമല്ല നിനക്ക് വെളിച്ചത്തിൽ നടക്കാമെന്ന കാര്യം അവൻ എന്തുകൊണ്ട് നിന്നോട് പറഞ്ഞില്ല എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു യക്ഷി ചോദിക്കും, നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് ചോദിക്കുന്നതും അപ്പോഴാണ് നമ്മുടെ മീന ആ ഒരു പ്രൊഫസറിന്റെ റൂമിൽ കണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു യക്ഷിയോട് പറയുന്നത്. എന്താണെന്ന് വെച്ചാല് പണ്ട് കാലത്ത് ഈ ഒരു യക്ഷികളും മനുഷ്യരും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നതെന്നും അവർ പരസ്പരം സ്നേഹിച്ചെല്ലാം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു, അതുമല്ല നിനക്ക് പകൽ വെളിച്ചത്തിൽ നടക്കാൻ കഴിയും, അതിന് കാരണം എന്താണെന്നറിയോ, നീ ഒരു പകുതി മനുഷ്യനും കൂടിയാണ്, അതുകൊണ്ടാണ് നിനക്ക് വെളിച്ചത്തിൽ നടക്കാൻ കഴിയുന്നത്. അപ്പോൾ അവൾ പറയും, ഒരിക്കലും ഞാൻ അത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പോൾ, നീ അത് വിശ്വസിച്ചേ പറ്റൂ, കാരണം നിനക്കൊരു മനുഷ്യന്റെ ഗുണമുണ്ട്, അതുകൊണ്ടാണ് നീ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചതും നിന്റെ മനസ്സിലെ വെറുപ്പ് അസൂയ ഇതെല്ലാം ഉണ്ടാവാനും കാരണം, അതുകൊണ്ട് തന്നെ നീ ഒരു മോൺസ്റ്റർ ആണെന്ന് വിശ്വസിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, അതുകൊണ്ട് തന്നെ നിന്നെ പോലെ പലരും പലയിടങ്ങളിലായിട്ടുണ്ട്, അവരെല്ലാവരെയും കണ്ടുപിടിക്കാനായിട്ട് നിന്നെ കൊണ്ട് കഴിയും, നിങ്ങൾ ഒരിക്കലും മോശമായിട്ടുള്ള ആളുകളല്ല എന്നെല്ലാം മീൻ എങ്ങനെ പറയുന്നതും ആ ഒരു യക്ഷിയുടെ ചിറകുണ്ടല്ലോ അത് വീണ്ടും അങ്ങനെ മുളച്ചു വരികയാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ പഴയ കാലത്ത് എങ്ങനെയാണോ ജീവിച്ചിരുന്നത് ആ ഒരു ശക്തി ഇവർക്കിപ്പോൾ വീണ്ടും തിരിച്ചു കിട്ടി. എന്നിട്ട് അവിടെ നിന്നും പറന്ന് അടുത്തുള്ള വീടിന്റെ മേൽക്കൂരയിലേക്ക് പോയിരുന്നിട്ട് മീനയോട് പറയും, മീന നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും പറന്നങ്ങ് പോവാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു യക്ഷി ഇനി നേരെ അവിടേക്ക് ചെന്ന് ബാക്കിയുള്ള എല്ലാ യക്ഷികളെയും ഇതുപോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതുമല്ല ഇനി മനുഷ്യരുടെ ഇടയിൽ അവരും പഴയ കാലഘട്ടത്തിൽ അവരെങ്ങനെയാണോ ജീവിച്ചത് അതേപോലെ തന്നെ ജീവിക്കാൻ ശ്രമിക്കുമെന്നാണ് ആ ഒരു യക്ഷി ഇപ്പോൾ പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് നിരസിയാരയുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവളെ എഴുന്നേൽപ്പിച്ച് അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ നമ്മുടെ മീന ഇപ്പോൾ അവളുടെ സഹോദരിയുടെ അടുത്തിരിക്കുകയാണ്. കാണിക്കുമ്പോൾ അവളുടെ സഹോദരി ട്വിൻസ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ, അതുമല്ല ആ ഒരു കാർ ആക്സിഡന്റ് സംഭവിക്കാൻ കാരണം മീനയാണ്. അതിനുശേഷം ഒരിക്കലും അവളുടെ സഹോദരി അധികം അങ്ങനെ കണ്ടിട്ടില്ല. അതുപോലെ ആ ഒരു ആക്സിഡന്റിലെ അവളുടെ സഹോദരി മരിച്ചിട്ടില്ലായിരുന്നു, ചെറിയ പരിക്കുകളോടുകൂടി അവൾ രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ആ ഒരു സഹോദരിയെ കണ്ട് മീനയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളോടും പറഞ്ഞിട്ട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അവരുടെ കുട്ടികൾ നമ്മുടെ മനുഷ്യരുടെ ഇടയിലും ഉണ്ടാവും, ഒരുപക്ഷെ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നെല്ലാം പറയുന്ന സമയത്ത് കാണിക്കുമ്പോൾ ഇവരുടെ വീടിന് താഴെയായിട്ട് ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് അവൾ തിരിഞ്ഞ് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു യക്ഷിയിലും ഒരു മനുഷ്യരിലും ഉണ്ടായ കുട്ടിയാണത് എന്ന് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വേറെ ഒന്നുമല്ല ഈ ഒരു മൂവിയിൽ പറഞ്ഞു വരുന്നത്, പണ്ട് കാലത്ത് മനുഷ്യരും യക്ഷികളും ഒരുമിച്ച് ജീവിച്ചിരുന്നു ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടു കൂടി. പക്ഷെ അതിലിടയിൽ വെച്ചിട്ട് മനുഷ്യർക്ക് യക്ഷികളോട് വെറുപ്പായിട്ട് അവരെ ആ ഒരു കാടിനുള്ളിൽ ആ ഭൂമിക്കടിയിലായിട്ട് അവരെ തളച്ചിടുമായിരുന്നു. അവർക്ക് ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ അവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ച് അതിനുശേഷം അവർക്ക് മനുഷ്യരോടൊപ്പം ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യനെ പറ്റി കൂടുതലായിട്ടും പഠിക്കണം, മനുഷ്യനെ പോലെ തന്നെ രൂപം മാറണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാടിനകത്തേക്ക് വഴി തെറ്റി വരുന്നവരെ അവർ പിടിച്ചു വെച്ച് അവരെ കൂടുതലായിട്ടും പഠിക്കാൻ ശ്രമിച്ചിരുന്നതും. ഇതാണ് സത്യത്തിൽ ഈ ഒരു മൂവിയിൽ സംഭവിച്ചത്. ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അപ്പൊ ഈ ഒരു മൂവിയുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ.